കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഈ ഭഗവാൻ ദേഷ്യം വന്നിട്ട് അതായത് സമുദ്രം വഴി മാറാത്തോണ്ട് ഭഗവാൻ ക്രുദ്ധനായിട്ട് സമുദ്രത്തെ വറ്റിക്കാൻ ഭാവിക്കുമ്പോഴേക്കും സമുദ്രം ദിവ്യസ്വരൂപം ധരിച്ച് പ്രത്യക്ഷനായിട്ട് അവനവൻ്റെ കാന്തി കൊണ്ട് തന്നെ പ്രകാശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലേ. എന്നിട്ട് പിന്നെ ഈ സമുദ്രത്തിൻ്റെ അടിയിലുള്ള ദിവ്യരത്നങ്ങളൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വരണത്. എന്തിന്? ശ്രീരാമന് കാഴ്ച വയ്ക്കാനേ. അതൊക്കെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് രാമനോട് പറഞ്ഞു, സ്തുതിച്ചു രാമനെ. വരുണൻ, അതായത് ദിവ്യസ്വരൂപം പൂണ്ട് സമുദ്രം ഒന്നും പറഞ്ഞില്ലേ. എന്നിട്ട് രാമനെ പറഞ്ഞു, രാമ രക്ഷിച്ചാലും സമസ്ത ലോകത്തെയും സൃഷ്ടിച്ച നെന്തിരുവടി എനിക്കിങ്ങനെ ഇപ്പം വരാൻ സാധിക്കാത്തതും അങ്ങയുടെ എൻ്റെ പ്രകൃതിയുള്ള സ്വഭാവം കൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്. ആ ഉള്ള സ്വഭാവം നൽകിയതും അങ്ങല്ലേ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയത് 71. സ്ഥൂലാനി പഞ്ചഭൂതാനി ജഡാന്യേവ സ്വഭാവത സൃഷ്ടാനി ഭവതേ ഇതാനി ത്വദാജ്ഞാം ലംഘയന്തി നഹ. സ്ഥൂലാനി ഏതാനി പഞ്ചഭൂതാനി, അതായത് സ്ഥൂലങ്ങളായി ഈ പഞ്ചഭൂതങ്ങൾ. സ്വഭാവത ജഡാനി ഭവത സൃഷ്ടാനി, സ്വഭാവം കൊണ്ട് തന്നെ ഞങ്ങൾ ജഡങ്ങളാണ്, ജഡാണ്, ചൈതന്യം ഇല്ലാത്തതാണ്, ചൈതന്യമറ്റവരാണ് പഞ്ചഭൂതങ്ങൾ അല്ലേ. ത്വദ്വാജ്ഞാം ന ലംഘയന്തി, അങ്ങയുടെ ആജ്ഞയെ ലംഘിക്കുന്നില്ല. അതായത് എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചൈതന്യം അങ്ങാണ്, ഞങ്ങളുടെ ചൈതന്യം, ഞങ്ങൾ ജഡങ്ങളാണ്. എന്താ വെച്ചാൽ ഭഗവാന്റെ ഈ മഹത്വത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള താമസാഹങ്കാരത്തിൽ നിന്ന് സ്വഭാവം പ്രകൃത്യാ ജഡങ്ങളായി സൃഷ്ടിച്ച പഞ്ചഭൂതങ്ങൾ ഒരിക്കലും അങ്ങയുടെ ആജ്ഞയെ ധിക്കരിക്കാൻ സമർത്ഥരുമല്ല. പക്ഷേ പഞ്ചഭൂതങ്ങളിൽ ഒന്നല്ലേ ജലം, ഞാനും ജഡാണ്. അങ്ങയുടെ ചൈതന്യമാണ് എന്നെ ചൈതന്യവത്താക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ജഡാണ്. ആ ജഡത്വം അങ്ങ് നൽകിയതുമാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ജഡമായിട്ടുള്ള എനിക്ക് പെട്ടെന്ന് വന്ന് അങ്ങേ ആദരിക്കാഞ്ഞതിൽ എൻ്റെ തെറ്റല്ല, അങ്ങ് പ്രകൃതിയാൽ തന്ന ജഡസ്വഭാവം കാരണമാണ് എനിക്ക് പെട്ടെന്ന് വന്ന് അങ്ങേ ആദരിക്കാൻ കഴിയാത്തത്. സ്ഥൂലാനി പഞ്ചഭൂതാനി ജഡാന്യേവ സ്വഭാവത സൃഷ്ടാനി ഭവത ഇതാനി ത്വദാജ്ഞാം ലംഘയന്തിന്ന. അല്ലാണ്ട് അങ്ങേ ധിക്കരിച്ചതല്ല, പ്രകൃതിയുള്ള സ്വഭാവം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞു. താമസാദഹമോ രാമ, അതായത് താമസാഹങ്കാരത്തിൽ നിന്ന് ഉണ്ടായതാണല്ലോ. അപ്പം തമസ്സുണ്ടേ, അതാണ് പ്രകൃതി തമസ്. ഭഗവാൻ എന്നപ്പോഴേക്കും വേഗം പോയി. ആ സാത്വികം ഗുണം ഇല്ല പഞ്ചഭൂതങ്ങൾക്ക്, അതുകൊണ്ടാണ് വൈകിത പറയുകയാണ്. താമസാദഹമോ രാമ ഭൂതാനി പ്രഭവന്തി കാരണാനുഗമാത്തേഷാം ജഡത്വം താമസം സ്വതഃ. അതായത് അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ മഹത്തത്വം, അതായത് അങ്ങ് ഈക്ഷണം ചെയ്തുല്ലോ, അങ്ങനെയാണല്ലോ സൃഷ്ടി. അങ്ങ് ഈക്വിലിബ്രിയത്തിൽ, അതായത് സമതുലിതാവസ്ഥയിൽ 3 ഗുണങ്ങളും നിന്നുകൊണ്ട് മായ പ്രവർത്തിക്കാതെ എല്ലാം ഭഗവാനിൽ ലയിച്ച് കിടക്കുന്ന സമയത്ത്, ഭഗവാൻ ലീലകൾ ആടണം എന്ന് തോന്നിയ സമയത്ത് ഭഗവാൻ ഈ ശാന്തമായിട്ടുള്ള മായയെ ഈക്ഷണം ചെയ്തു, എനർജി കൊടുത്തു. അപ്പോൾ ഈ സത്വരജസ് തമോ ഗുണങ്ങളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു, മായ ക്ഷോഭിച്ചു, അതിന്ന് മഹത്തത്വം ഉണ്ടായി. ആ മഹത്വത്തിൽ നിന്ന് അഹംബോധവും പിന്നെ അഹങ്കാരവും ഉണ്ടായി. ആ അഹങ്കാരം 3ആയി പിരിഞ്ഞ് സാത്വികാഹങ്കാരവും രാജസാഹങ്കാരവും താമസാഹങ്കാരവും ഉണ്ടായി. ആ താമസാഹങ്കാരത്തിൽ നിന്നാണല്ലോ ഈ
സൂക്ഷ്മഭൂതങ്ങളും സ്ഥൂലഭൂതങ്ങളും ഉണ്ടായത് നമ്മൾ അതൊക്കെ ഭാഗവതത്തിൽ കണ്ടുല്ലോ. എന്താ വെച്ചാൽ ആ അതായത് സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളും അന്ധകരണം ഉണ്ടായി. പിന്നെ രാജസാഹങ്കാരത്തിൽ നിന്ന് നമ്മളുടെ 10 ഇന്ദ്രിയങ്ങളുണ്ടായി. താമസാഹങ്കാരത്തിൽ നിന്ന് ആദ്യം ഉണ്ടായത് എന്താണ്? ആകാശത്തിൻ്റെ സൂക്ഷ്മം ആയിട്ടുള്ള ശബ്ദം അല്ലേ, സട്ടിൽ എലിമെൻ്റ് ശബ്ദം ഉണ്ടായി. പിന്നെ ആകാശം ഉണ്ടായി. പിന്നെ സ്പർശം ഉണ്ടായി. അതാണ് വായുവിൻ്റെ തന്മാത്ര അല്ലെങ്കിൽ സട്ടിൽ എലിമെൻ്റ്. വായുന്ന് പിന്നെ സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി. പിന്നെ രൂപം, അഗ്നിയുടെ തന്മാത്ര രൂപം ഉണ്ടായി. അതിൽ നിന്ന് അഗ്നി ഉണ്ടായി. പിന്നെ ജലത്തിൻ്റെ തന്മാത്ര രസം, ടേസ്റ്റ്, അതുണ്ടായി. പിന്നെ ജലം ഉണ്ടായി. പിന്നെ ഭൂമിയുടെ തന്മാത്ര ഗന്ധം, പിന്നെ ഭൂമി ഉണ്ടായി. ഇങ്ങനെയാണ് പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും താമസാഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ പ്രകൃത്യ അത് ജഡങ്ങളാണ്. ആണ് ജഡമാണ്, താമസത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ജഡവസ്തുക്കളാണ്. അതാണ് പറയണത്. ഈ അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ് തമോ ഗുണപ്രധാനമായിട്ടുള്ള ഈ അഹങ്കാരത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ ഉത്ഭവിച്ചത്. അത് കാരണം തമോ ഗുണത്തിൻ്റെ ആ ജാഡ്യത, തമോ ഗുണം എങ്ങനെയാണ്? എല്ലാം മടി, അങ്ങനെ നമ്മൾ പറയുള്ളൂ, ആലസ്യം. അപ്പോൾ തമോ ഗുണത്തിൻ്റെ ആ ജാഡ്യത ഭൂതങ്ങളായ ഞങ്ങൾക്ക് അങ്ങ് കൽപ്പിച്ച് തന്ന ജന്മസിദ്ധമായിട്ടുള്ള ഒരു ഗുണമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്ന് ആദരിക്കാത്തത്. അതുകൊണ്ട് ഞാൻ ശിക്ഷ അർഹിക്കുന്നില്ല പറയണ വരുണനെ. താമസാദഹമോ രാമ ഭൂതാനി പ്രഭവന്തി കാരണാനുഗമാത്തേഷാം ജഡത്വം താമസം സ്വതഃ. സ്വന്തമായിട്ടുള്ള ഒരു പ്രകൃതി സ്വഭാവമാണ് ജഡം ആണ്. നിർഗുണസ്ത്വം നിരാകാരോ യഥാ മായാഗുണാൻ പ്രഭോ ലീലയാംഗീകരോഷിത്വം തഥാ വൈരാജനാമവാൻ. നിർഗുണ നിരാകാരത്വം, അങ്ങ് ഗുണാതീതനാണ്, നിരാകാരനാണ്, ആകൃതി ഇല്ലല്ലോ. നിന്തിരുവടി പ്രഭോ, ഹേ ലീലയായിട്ട് മായാഗുണാൻ യഥാ അംഗീകരോഷി, അങ്ങ് മായാത്തെ സത്വഗുണം സ്വീകരിച്ച് ദേഹെടുത്തു. അതൊക്കെ വെറും ലീലയ്ക്കാണ്. തഥാത്വം വൈരാജനാമവാൻ, അപ്പോൾ നിന്തിരുവടി വൈരാജൻ എന്ന നാമമുള്ളവനായി ഭവിക്കുന്നു. എന്താ വെച്ചാൽ നിന്തിരുവടി ശരിക്ക് ഗുണാതീതനാണ്, ഗുണങ്ങൾക്ക് അതീതനാണ്, ആകൃതിയില്ല, അതായത് ദേഹമൊന്നുമില്ല, ഒരു ശക്തിയാണല്ലോ. അപ്പോൾ ഹേ പ്രഭോ, ബ്രഹ്മാണല്ലോ. അപ്പോൾ ഒരു വിനോദത്തിനായിട്ട് ഈ മായാമൃഗങ്ങളെ എപ്പോൾ സ്വീകരിക്കുന്നുവോ, അതായത് ഈ മനുഷ്യ ശരീരം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പം നിന്തിരുവടിക്ക് വിരാട് പുരുഷനാണ്, ആദ്യം വിരാട് പുരുഷനായിട്ടാണ് അങ്ങ് വിശ്വാകാരമായിട്ട് വിരാട് പുരുഷനായിട്ടാണ് ആദ്യം നിന്നതേ. നിർഗുണനായിട്ടുള്ള ഭവാൻ വിരാട് പുരുഷനാകുമ്പോൾ സഗുണനാവും. അപ്പം എല്ലാ ഗുണവും ഉണ്ടാവും. ആ ഗുണങ്ങൾ സ്വീകരിച്ചിട്ടാണ് അങ്ങ് എല്ലാ ശരീരവും സ്വീകരിക്കണം. ഈവൻ വിരാട് പുരുഷൻ്റെ ശരീരം കൂടിയും സ്വീകരിച്ചത് ഈ നിർഗുണനായ അങ്ങ് ഗുണത്തെ സ്വീകരിച്ചിട്ടാണെന്ന് അല്ലേ. അങ്ങയ്ക്ക് പക്ഷെ ആ ഗുണം അങ്ങേ ബാധിക്കണില്ല. നമ്മളെ സാധാരണക്കാരെ ബാധിക്കണ പോലെ അങ്ങേ ഗുണം ബാധിക്കില്ല. ഗുണം എടുത്ത് അവതരിച്ചാലും, ഗുണങ്ങളെ എടുത്ത് അവതരിച്ചാലും അങ്ങ് ഗുണങ്ങൾക്ക് അതീതനായി നിൽക്കുന്നു. കാരണം എന്താ വെച്ചാൽ അങ്ങ് പരബ്രഹ്മം തന്നെയാണ്, ഒരു ഉപാധികളും ഇല്ല. അതങ്ങനത്തെ ആളാണ് അങ്ങെന്ന് പറയണം. നിർഗുണസ്ത്വം നിരാകാരോ യഥാ മായാഗുണാൻ പ്രഭോ, മായാലത്ത് ഗുണങ്ങൾ എടുത്തിട്ട് വന്നതാണ്. എന്നാലും ലീലയ അംഗീകരോഷി, വിനോദത്തിന് വേണ്ടി അത് അംഗീകരിച്ചു എന്നുള്ളൂ ഗുണം. ത്വം തഥാ വൈരാജനാമവാൻ, എന്നിട്ട് പിന്നെ വൈരാജൻ അതായത് വിരാട് പുരുഷനായി നിന്നു. പക്ഷെ അങ്ങ് ഗുണാതീതനാണ്. അത് അപ്പോഴും കേട്ടോ. ഗുണാത്മനോ വിരാജശ്ച സത്വാദ്ദേവ ബഭൂവിരേ രജോ ഗുണാൽ പ്രജേശാദ്യ മന്യോർഭൂതപതിസ്തവ. ഗുണാത്മനഃ വിരാജ, എന്നിട്ട് പിന്നെ ഗുണസ്വരൂപനായിട്ടുള്ള ആ വിരാട് പുരുഷൻ്റെ സത്വഗുണത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി. പറഞ്ഞില്ലേ, അധിഷ്ഠാന ദേവതകളെന്ന് പറഞ്ഞല്ലോ നമ്മളെ. സത്വഗുണത്തിൽ നിന്നാണ് ദേവന്മാരും അന്ധകരണവും. രജോഗുണത്തിൽ നിന്ന് മന്വാദികൾ അതായത് ഉണ്ടായി. മന്യോഹ ഭൂതപതി, തമസിൽ നിന്ന് ഈ ഭൂതങ്ങളുണ്ടായി. അതായത് ഈ വിരാട് പുരുഷൻ്റെ സത്വഗുണത്തിൽ നിന്ന് ദേവന്മാരും രജോഗുണത്തിൽ നിന്ന്
മുതലായ ആൾക്കാരും, അതായത് പിന്നെ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തമോ ഗുണത്തിൽ നിന്ന് രുദ്രനും ഉണ്ടായി, അതും പറയണമല്ലോ. അതായത് രജോ ഗുണപ്രധാനി വിരാട് പുരുഷൻ്റെ സത്വഗുണം വിഷ്ണുവാണ്. പിന്നെ വിരാട് പുരുഷൻ്റെ രജോ ഗുണം ബ്രഹ്മാവാണ് സൃഷ്ടിക്ക് വേണ്ടിയിട്ട്, ബ്രഹ്മാവും പ്രജാപതിമാരും ഒക്കെ മനുക്കളും ഒക്കെ. പിന്നെ തമോ ഗുണം പ്രധാനമായിട്ട് അവതരിച്ചതാണ് രുദ്രൻ, എന്തിന്? സംഹാരത്തിന്. അങ്ങനെയാണല്ലോ. ഗുണാത്മനോ വിരാജശ്ച സത്വാദേവോ ബഭൂഭിരെ രജോ ഗുണാൽ പ്രജേശാദ്യ മന്യോർ ഭൂതപതിസ്തവ. പക്ഷെ എന്താ, ദേവന്മാർക്കൊക്കെ സത്വഗുണ പ്രധാനികളാന്നേ ഉള്ളൂ. കുറേശ്ശെ രജോ ഗുണവും തമോ ഗുണമൊക്കെ ഉണ്ട്. പക്ഷെ ഭഗവാൻ അതില്ല, ശുദ്ധ സത്വഗുണ സ്വരൂപിയാണ് ഭഗവാൻ. ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബ്രഹ്മാവിനൊക്കെ രജോ ഗുണമുണ്ട്, ബാക്കി 2 ഗുണമുണ്ട്. ശിവനും അതെ, രുദ്രനും അതെ, തമോ ഗുണമുണ്ട്, ബാക്കി 2 ഗുണമുണ്ട്. പക്ഷെ വിഷ്ണുവിന് ശുദ്ധ സത്വം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട്. പിന്നെ ത്വാമഹം മായയാച്ഛന്നം ലീലയാ മാനുഷാകൃതിം ജഡബുദ്ധിർജഡോ മൂർഖ കഥം ജാനാമി നിർഗുണം. അപ്പോൾ വരുണൻ മാപ്പ് തരണം പറയുകയാണ്. എന്താ അറിയോ? മായയാച്ഛന്നം, മായയാൽ മറയ്ക്കപ്പെട്ടവനും. പഞ്ചഭൂതങ്ങളൊക്കെ മായയിൽ താമസാഹങ്കാരത്തിന് ഉണ്ടാവണതല്ലേ, നമ്മൾ പറഞ്ഞുവല്ലോ. താമസാഹങ്കാരത്തിന് എല്ലാ തന്മാത്രകളുണ്ടായി, പിന്നെ ഭൂതങ്ങളുണ്ടായി. അപ്പോൾ മായയാൽ മറയ്ക്കപ്പെട്ടവന് ലീലയ, അതായത് ഭഗവാനാണെങ്കിൽ മായ കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്, ഭഗവാനായിട്ട് മനസ്സിലാവില്ല. ലീലയാ മാനുഷാകൃതി, ലീലയാ മാനുഷൻ്റെ വേഷം ധരിച്ചിടക്കുകയാണ് വിനോദത്തിനായിട്ട്. നിർഗുണം ത്വാം, ഒരു രസത്തിന് വേണ്ടി മനുഷ്യാകൃതി എടുത്തവരും എന്നാൽ നിർഗുണനുമായ അങ്ങയെ ജഡബുദ്ധി ജഡഹ മൂർഖ അഹം, ജഡമായ ബുദ്ധിയോടുകൂടിയവനും മൂർഖനുമായ ഞാൻ കഥം ജാനാമി, എൻ്റെ കുറ്റല്ല ഞാൻ അങ്ങേ അറിയാത്തത്. നമുക്കും അതന്നെ പറയാനുള്ളതല്ലേ. നമ്മളും മായാമോഹിതരാണ്, ഭഗവാൻ തന്നെയാണ് നമ്മളെ മായാമോഹിതരാക്കണത്. അതുകൊണ്ട് തന്നെ നമ്മൾ മായയാൽ ആവരണം ചെയ്യപ്പെട്ട ഭഗവാനെ നമുക്ക് അറിയാനും സാധിക്കുന്നില്ല. അപ്പോൾ ഈ വരുണൻ പറയണത് തന്നെ നമുക്കും പറയാനുള്ളത്. മായയെ അങ്ങ് സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ച് ഒരു വിനോദത്തിന്, ലോകത്തിന് രക്ഷിക്കാനായിക്കൊണ്ടും വിനോദത്തിനും സ്വീകരിച്ച് മനുഷ്യാകൃതി സ്വീകരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ഗുണാതീതനായ അങ്ങയെ ജഡനും ബുദ്ധി കുറഞ്ഞതും ആയിട്ടുള്ള ഞാൻ എങ്ങനെ അറിയുക? അങ്ങയുടെ തത്വം അറിയാൻ എനിക്ക് സാമർഥ്യമില്ല, അങ്ങ് തന്നിട്ടില്ല ആ സാമർഥ്യം. അതാണ് ത്വാമഹം മായയാച്ഛന്നം ലീലയാ മാനുഷാകൃതിം ജഡബുദ്ധിർ ജഡോ മൂർഖ കഥം ജാനാമി നിർഗുണം. 76-77. ദണ്ഡ ഏവ ഹി മൂർഖാണാം സന്മാർഗപ്രാപകപ്രഭോ ഭൂതാനാമരശ്രേഷ്ഠ പശൂനാം ലഘുഡോ യഥാ. അത് 76-77 കൂടി വായിക്കാം. ശരണം ദേ വ്രജാമീശ ശരണ്യം ഭക്തവത്സല അഭയം ദേഹി മേ രാമ ലങ്കാമാർഗം ദദാമിതേ. കംപ്ലീറ്റ്ലി ശരണാഗതി അടഞ്ഞു വരുണൻ. എന്താ പറഞ്ഞത്? പ്രഭോ മൂർഖാണാം സന്മാർഗപ്രാപക ദണ്ഡ ഏവ. ഹേ പ്രഭുവായിട്ടുള്ള ഭഗവാനെ, മൂർഖന്മാരെ സന്മാർഗത്തിൽ നയിക്കുന്നത് ഒരു ശിക്ഷ തന്നെയാണ്. അമരശ്രേഷ്ഠ, ഹേ ദേവശ്രേഷ്ഠ, പശൂനാം ലഘുഡ യഥാ തഥാ ഭൂതാനാം, പശുക്കൾക്ക് വടി പിടിച്ചിട്ട് പശുക്കളെ മേയ്ക്കാൻ ഡയറക്റ്റ് ചെയ്യുമല്ലോ, അങ്ങടും കൂടെ ഒക്കെ നടത്താൻ. അതുപോലെ പ്രാണികൾക്കും ഭക്തവത്സല, ഭക്തന്മാരിൽ വാത്സല്യമുള്ള ഭഗവാനെ, ശരണ്യം തേ, ശരണം പ്രാപിക്കാൻ യോഗ്യനായ അങ്ങയെ ഈശ ശരണം വ്രജാമി, ഞാൻ എന്താ ശരണം പ്രാപിക്കുന്നു. രാമമേ അഭയം ദേഹി, എനിക്ക് അഭയം തരണേ. ലങ്കാമാർഗം ദദാമി, ലങ്കയ്ക്ക് പോകാനുള്ള മാർഗം ഞാൻ തരാം എന്ന് പറയാം. അതാണ് എന്താ വരുണൻ അവസാനം പറയണ വെച്ചാൽ, ഹേ പ്രഭോ, ഇപ്പോൾ അങ്ങ് വെള്ളം വറ്റിക്കാൻ തുടങ്ങിയല്ലോ, കുറച്ച് ശിക്ഷ തന്നു, കുറച്ച് വെള്ളം വറ്റിച്ചു. അപ്പോഴാണ് പിന്നെ മൃഗങ്ങളൊക്കെ പിന്നെ പരാക്രമം അടിച്ച് ഓടി എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ. അപ്പോഴാണ് വരുണൻ വന്നത്. അപ്പോൾ കുറച്ച് ശിക്ഷ നൽകാൻ തുടങ്ങി. അപ്പോൾ ഹേ പ്രഭോ, അങ്ങ് ചെയ്ത ശിക്ഷ, അങ്ങയുടെ അമ്മ തുടങ്ങിയതേ ഉള്ളൂ ശിക്ഷ ചെയ്യാൻ. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങയുടെ പ്രഭാവത്തിനെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ മൂർഖന്മാരെ സന്മാർഗത്തിൽ പ്രചരിപ്പിക്കാൻ ചിലപ്പോൾ ശിക്ഷ കൊടുക്കേണ്ടത് ആവശ്യവും, അല്ലെങ്കിൽ
ശിക്ഷ കൊടുക്കുന്ന മൂർഖന്മാരെ സന്മാർഗത്തിൽ നയിക്കാൻ ശിക്ഷ ഉചിതമായി എന്ന് വരും ചിലപ്പോൾ. അങ്ങനെ പിന്നെ ഇപ്പോൾ എന്താണ്, കൂട്ടം തെറ്റിപ്പോണ പശുവിനെ ഒരു വടി കൊണ്ട് പതുക്കൊന്ന് അടിച്ചിട്ട് കൂട്ടത്തിലേക്ക് ആക്കണ പോലെ എന്നിൽ പ്രയോഗിച്ച ഈ ശിക്ഷ ഇന്ന് എനിക്ക് അനുഗ്രഹം തന്നെയാണ് ഭഗവാനെ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഒരു ചെറിയ ശിക്ഷ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ മനസ്സിലാക്കി. പശു ഇങ്ങനെ കൂട്ടം തെറ്റിപ്പോകുമ്പോൾ ഒന്ന് ചെറുതായിട്ട് അടിക്ക് കൂട്ടത്ത് കൊണ്ടുവരുന്ന പോലെ അങ്ങിപ്പോൾ എനിക്ക് തന്ന ശിക്ഷ എനിക്ക് അനുഗ്രഹം തന്നെയാണ്. കാരണം ഞാൻ അങ്ങേ അറിഞ്ഞു. ഹേ ഭക്തവത്സനായ പരമേശ്വര, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഹേ രാമ, എനിക്ക് അഭയം നൽകണേ. നിന്തിരുവടിക്ക് ലങ്കയിലേക്ക് പോവാനുള്ള വഴി ഞാൻ ഒഴിച്ച് തന്നുകൊള്ളാം. ഞാൻ മാറി നിന്നുകൊള്ളാം. വെള്ളം മാറി നിൽക്കാം എന്ന് പറഞ്ഞു സമുദ്രം. അതായത് ഭഗവാൻ ദേഷ്യം വന്ന് ഒന്നിങ്ങനെ കുറച്ചൊന്ന് ശിക്ഷ നൽകിയുള്ളൂ. വറ്റിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വരുണൻ വന്നിട്ട് വരുണൻ മനസ്സിലായി ഭഗവാന്റെ മഹത്വവും പ്രഭാവവും ഒക്കെ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ചെറിയ ശിക്ഷ തന്നു അങ്ങ് എന്നെ നേർവഴിക്ക് നയിക്കാനാണ് അത് തന്നെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ അനുഗ്രഹമായിട്ട് കരുതുന്നു. ഞാൻ എന്താ ശരണം പ്രാപിച്ചിരിക്കുന്നു, എന്നെ അനുഗ്രഹിക്കണം. ഞാൻ എന്താ ലങ്കയ്ക്ക് പോകാനുള്ള വഴി അങ്ങയ്ക്ക് തരാം എന്ന് പറഞ്ഞു. ദണ്ഡ ഏവ ഹി മൂർഖാണാം സന്മാർഗ പ്രാപക പ്രഭോ ഭൂതാനാം അമരശ്രേഷ്ഠ പശൂനാം ലഘുഡോ യഥാ ശരണം തേ വ്രജാമീശ ശരണ്യം ഭക്തവത്സല അഭയം ദേഹി മേ രാമ ലങ്കാമാർഗം ദദാമി തേ. ഭഗവാൻ എന്താണ് അഭയം, അതായത് അഭയം പ്രാപിച്ചവരെ ഭഗവാൻ ഒരിക്കലും രക്ഷിക്കാതിരിക്കൂല. അതല്ലേ നമ്മൾ പറഞ്ഞൂല, അതല്ലേ സഹൃദേവ പ്രപന്നായ തവാസ്മീതി ച യാചതേ അഭയം സർവഭൂതേഭ്യോ ദദാമ്യതവ്രതം മമ. ആരാണ് എന്നിൽ ശരണാഗതി അടയുന്നത് അവരെ രക്ഷിക്കാം എന്ന വ്രതാണ് എനിക്കുള്ളതെന്ന്. അപ്പോൾ വരുണൻ ഇപ്പോൾ ശരണാഗതി അടഞ്ഞു. അപ്പോൾ വരുണനെയും ഇനി ഭഗവാൻ രക്ഷിച്ചോളും. അതാണ് ഇനി. അപ്പം ശ്രീരാമൻ പറയാണ്, വരുണൻ്റെ വാക്ക് കഴിഞ്ഞു കേട്ടോ. ഇനി ശ്രീരാമൻ്റെ വരുണനോടുള്ള മറുപടിയാണ്. ശ്രീരാമ ഉവാച അമോഘോയം മഹാബാണ കസ്മിൻ ദേശേ നിപാത്യതാം ലക്ഷ്യം ദർശയ മേ ശീഘ്രം ബാണസ്യ അമോഘപാതിന അമോഘ അയം മഹാബാണ. എൻ്റെ ഈ ബാണം പക്ഷേ നിഷ്ഫലാവാൻ വയ്യ. എൻ്റെ കയ്യിൽ നിന്ന് തൊടുത്ത ബാണം ഒരിക്കലും നിഷ്ഫലാവാൻ പാടില്ല. അപ്പോൾ കസ്മിൻ ദേശീയ നിപാത്യത, അതത് ഏത് ദേശത്തിനെയാണ് ഞാൻ ഇപ്പോൾ ഇത് അയക്കേണ്ടത്? ഞാൻ വില്ല് കൊലച്ച് അമ്പെടുത്തു വിട്ടു, ഇനി അത് നിഷ്ഫലാവാൻ പാടില്ല. അപ്പം ഞാൻ എവിടേക്കാണ് അയക്കേണ്ടത്? അമോഘപാതിന അസ്യ ബാണസ്യ, നിഷ്ഫലമായി അയക്കാത്ത ഈ ബാണത്തിന് ശീഘ്രം മേ ലക്ഷ്യം ദർശയ. എവിടേക്കാണ് ഇത് അയക്കേണ്ടത്? ഈ ബാണത്തിൻ്റെ ലക്ഷ്യം എനിക്ക് പറഞ്ഞു തരൂ എന്ന് ശ്രീരാമൻ പറഞ്ഞു. കാരണം ഞാൻ തൊടുത്തിരിക്കണ ഈ അമ്പുണ്ടല്ലോ, ബാണം, അത് നിഷ്ഫലമാവില്ല. എൻ്റെ അമ്പ് ഒരിക്കലും നിഷ്ഫലമല്ല. അതുകൊണ്ട് ഇത് ഞാൻ എവിടേക്കാണ് അയക്കേണ്ടത്? ആ ലക്ഷ്യം പറഞ്ഞു തരൂ. അതായത് സഫലമായി തന്നെ പതിക്കുന്ന ഈ ബാണത്തിന് ഒരു ലക്ഷ്യത്തെ നീ വേഗം കാട്ടിത്തരൂ എന്ന് ശ്രീരാമൻ പറഞ്ഞു. നിന്നെ എയ്യാനാണ് എടുത്തത്. ഇപ്പോൾ നീ ശരണാഗതി ഇറങ്ങി, ഞാൻ നിന്നെ എയ്യണില്ല. പക്ഷെ എൻ്റെ ബാണം നിഷ്ഫലമാവാനും പാടില്ല. അതുകൊണ്ട് ഈ ബാണത്തിനൊരു ലക്ഷ്യം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു ശ്രീരാമൻ. അപ്പോൾ ഇനി നമുക്ക് എന്താണ് വരുണം പറയണമെന്ന് നോക്കാം. ശ്രീരാമ ഉവാച അമോഘോയം മഹാബാണ കസ്മിൻ ദേശേ നിപാത്യതാം ലക്ഷ്യം ദർശയ മേ ശീഘ്രം ബാണസ്യാമോഘപാതിനഃ. രാമസ്യ വചനം ശ്രുത്വാ കരേ ദൃഷ്ട്വാ മഹാശരം മഹോദധിർമഹാതേജ രാഘവം വാക്യമബ്രവീദ്. മഹാതേജാഹ മഹോദധി, മഹത്തായ തേജസ്സോടുകൂടിയ ആ സമുദ്രം രൂപെടുത്ത് വന്നത്. നമുക്ക് വരുണൻ എന്ന് പറയാം, വരുണൻ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. സമുദ്രം രൂപെടുത്ത് വന്ന ആള് രാമസ്യ വചനം ശ്രുത്വ, രാമൻ്റെ വചനം കേട്ടിട്ട് കരേ മഹാശരം ദൃഷ്ട്വ, കരത്തിൽ മഹാശരത്തെ കണ്ടിട്ട്, അതായത് അമ്പ് കണ്ടിട്ട് രാഘവം വാക്യം അബ്രവീ, രാമനോട് ഇപ്രകാരം പറഞ്ഞു എന്ന്. എന്താ അറിയോ, ആ മഹാതേജസ്വി ആയിട്ടുള്ള ആ സമുദ്രം രൂപമെടുത്ത് വന്ന ആ രൂപം രാമൻ്റെ വാക്ക് കേട്ടിട്ട് കയ്യിൽ അമ്പിനെ കാണുകയും ചെയ്തു.
എന്നിട്ട് ചെയ്തപ്പോൾ രാമനോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞ? സമുദ്രരൂപിയായിട്ടുള്ള ആ ദേവൻ എന്താ പറഞ്ഞ? സമുദ്രം രൂപെടുത്ത ദേവൻ എന്താ പറഞ്ഞ്? നമുക്ക് 3 ശ്ലോകം കൂടിയും ചെയ്യാം ഇന്ന്. അപ്പോൾ ആ 3 ശ്ലോകം 76. രാമസ്യ വചനം ശ്രുത്വാ കരേ ദൃഷ്ട്വാ മഹാശരം മഹോദധിർമഹാതേജ രാഘവം വാക്യം അബ്രവീത്. ഇനി 81, 82, 82 അതെ, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. 83 അതുകൊണ്ട് ഓക്കെ. രാമോത്തരപ്രദേശത്തു ദ്രുമകുല്യ ഇതി ശ്രുതഃ പ്രദേശസ്തത്ര ബഹവ പാപാത്മാനോ ദിവാനിശം ബാധന്തേ മാം രഘുശ്രേഷ്ഠ തത്ര തേ പാത്യതാം ശരഃ രാമേണ സൃഷ്ടോ ബാണസ്തു ക്ഷണാദാഭീരമണ്ഡലം ഹത്വാ പുനഃ സമാഗത്യ തൂണീരേ പൂർവവൽസ്ഥിതഃ തതോബ്രവിദ് രഘുശ്രേഷ്ഠം സാഗരോ വിനയാന്വിതഃ. എന്താ പറഞ്ഞ? ഉത്തരപ്രദേശ വടക്ക് ദേശത്തിൽ ദ്രുമകുല്യ ഇതി ശ്രുത, ദ്രുമകുല്യം എന്ന് പേരുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദേശമുണ്ട്. അതായത് വടക്ക് ദേശത്ത് ദ്രുമകുല്യം എന്ന് പ്രസിദ്ധമായൊരു ദേശമുണ്ട്. തത്ര ബഹവഃ പാപാത്മനഃ, അവിടെ അനവധി പാപാത്മാക്കൾ ദിവാനിശം, അതായത് പാപം ചെയ്ത ആത്മാക്കൾ ദിവാനിശം പകലും രാത്രിയും മാ ബാധന്തേ എന്നെ ബാധിക്കുന്നു. അതായത് എപ്പോഴും പാപം ചെയ്ത കുറേ ആത്മാക്കൾ എന്നെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തേ ശരഹ തത്ര പാത്യത, അങ്ങയുടെ ശരം ആ വടക്ക് ഭാഗത്ത് ദ്രുമകുലത്തിൽ പോയി പതിപ്പിക്കട്ടെ, പതിച്ചോളൂ. പതിപ്പിക്കപ്പെട്ടാലും അല്ലെങ്കിൽ ആ ഭാഗം പതിപ്പിക്കപ്പെട്ടാലും രാമേണ സൃഷ്ട ബാണ, രാമനാൽ എയ്ത ആ അമ്പുണ്ടല്ലോ അത് ആഭീരമണ്ഡലം ക്ഷണാൽ ഹത്വ, അതിനെയെല്ലാം തരണം ചെയ്ത് അവരെയൊക്കെ കൊന്നിട്ട് ആത്മാക്കളെയൊക്കെ ആ പാപാത്മാക്കളെയൊക്കെ നിഗ്രഹിച്ചിട്ട് പുനഃസമാഗത്യ പിന്നെ മടങ്ങിയിട്ട് തൂണീരെ പൂർവസ്ഥിത, അതായത് ആവനാഴി തന്നെ മുമ്പത്തെ പോലെ ഇരുന്നു. തതഹ വിനയാന്വിത സാഗര, അനന്തരം വിനയത്തോടു കൂടിയിട്ട് സമുദ്രം രഘുശ്രേഷ്ഠം അബ്രവീത്, രഘുപതിയോട് പറഞ്ഞു. എന്താണ് അപ്പം ഇതിൽ പറഞ്ഞു വെച്ചാൽ, ഹേ രാമ, വടക്ക് ഭാഗത്ത് ദ്രുമകല്യ എന്ന പേരായിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ അനേകം പാപികൾ വസിക്കുന്നുണ്ട്. രാപ്പകല് അവരെന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അതുകൊണ്ട് രഘുശ്രേഷ്ഠ, അങ്ങയുടെ ഈ ബാണം അവരുടെ മേലെ, അവരാവട്ടെ അങ്ങയുടെ ബാണത്തിൻ്റെ ഈ ലക്ഷ്യം. ഇങ്ങനെ അപേക്ഷിച്ചത് കേട്ട് രാമൻ വിട്ട ബാണം അവിടെയുള്ള ആ പാപികളെ നിശേഷം നശിപ്പിച്ചതിന് ശേഷം മടങ്ങി വന്ന് തൻ്റെ ആവനാഴിയിൽ ആ അമ്പ് മുമ്പത്തെ പോലെ ഇരുന്നു. അപ്പം സമുദ്രം അത് കണ്ടിട്ട് സമുദ്രം വിനയപൂർവ്വം രാമനോട് പറഞ്ഞു എന്നാണ് ഇനി പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ, അതായത് ഇപ്പോൾ ഇതിലിപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ, എവിടെ അയക്കേണ്ട ലക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു ലക്ഷ്യം പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ സമുദ്രരൂപിയായിട്ടുള്ള ദേവൻ എന്താ പറഞ്ഞു വെച്ചാൽ, വടക്ക് ഭാഗത്ത് അനവധി പാപികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ പാപികൾ ഈ സമുദ്രദേവനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. വളരെ ദുഷ്ടന്മാരും പാപികളുമാണ്. അവരിയ്ക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ദ്രുമകുല്യ എന്നാണ്. അവിടേക്ക് ഈ ശരം അയച്ചോളൂ എന്ന്. അവരൊക്കെ ഭഗവാന്റെ ശരം കൊണ്ട് ആക്ച്വലി അവർക്കൊക്കെ മുക്തിയും കിട്ടും. ആ പാപികൾ ഇങ്ങനെ അവിടെ കഷ്ടപ്പെടണമുണ്ടേ, പാപം ചെയ്തവരേ, പാപം. അപ്പോൾ ആ പാപികളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ ശരിക്കും അത് അനുഗ്രഹമാണ്. അവർക്ക് മോക്ഷവും കിട്ടും. ഈ സമുദ്രദേവനെ പിന്നെ അവരെ ശല്യമില്ല. അതുകൊണ്ട് അങ്ങടെ അയച്ചോളൂ പറഞ്ഞപ്പോൾ ശ്രീരാമൻ സമുദ്രദേവൻ്റെ പിന്നെ നിർദ്ദേശം അനുസരിച്ചിട്ട് അങ്ങടെ ബാണ അയച്ചു. അവിടെയുള്ള പാപികളെയൊക്കെ കൊന്നു. അവർക്കൊക്കെ മോക്ഷം കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഭഗവാന്റെ അമ്പ് തിരിച്ച് ഭഗവാന്റെ ആവനാഴിയിലേക്ക് തന്നെ തിരിച്ചു വന്നത് കണ്ടിട്ട് ഈ സമുദ്രദേവൻ ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ നിർത്താം. രാമോത്തരപ്രദേശതു ദ്രുമകുല്യ ഇതി ശ്രുതഃ പ്രദേശസ്തത്ര ബഹവ പാപാത്മാനോ ദിവാനിശം, പാപികളുള്ള സ്ഥലമാണ്. ബാധന്തേ മാം രഘുശ്രേഷ്ഠ, എന്നെ അവർ ഉപദ്രവിക്കുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. തത്ര തേ പാത്യതാം ശര, അവിടെ അങ്ങയുടെ ശരത്തിന് ലക്ഷ്യമായി തീരട്ടെ. രാമേണ സൃഷ്ടോ ബാണസ്തു, അപ്പം രാമൻ അയച്ച ബാണം ക്ഷണാദാഭീരമണ്ഡലം. അപ്പം അവിടേക്ക് വേഗം അത് പോയി, അല്ല
അത് വഴിയിലുള്ള എല്ലാം മുറിച്ച് അവിടെ എത്തിയിട്ട് ഹത്വാ പുനഃസമാഗത്യ അവരെയൊക്കെ കൊന്ന് സമാഗത്യ തിരിച്ചു വന്ന് തൂണീരേ പൂർവവൽസ്ഥിത തൻ്റെ ആവനാഴിയിൽ പിന്നെയും ഇരുന്നു ആ അമ്പ തിരിച്ചു വന്നിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് തതോബ്രവീത് രഘുശ്രേഷ്ഠം. അപ്പോൾ സമുദ്രദേവൻ രഘുശ്രേഷ്ഠനോട് പറഞ്ഞു. ആരാ പറഞ്ഞ? സാഗരോ വിനയാനിത. സമുദ്രദേവൻ വിനയത്തോടുകൂടി രഘുനന്ദനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.